ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉണ്ട്. അതിന് ഔദ്യോഗികമായ ഒരു ലോഗോ ഉണ്ടായിരുന്നു. ആ ലോഗോയിൽ ഒരു ജീവി ഉണ്ടായിരുന്നു. ഏതാണ് ആ ജീവി? അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയം ഇന്ത്യയുടെ ഒരു സിംബലായിട്ട് വരാൻ സാധ്യതയുള്ള മൃഗം, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെടെയുള്ളത് സിംഹമാണല്ലോ, സിംഹമുദ്രയാണല്ലോ. ലയൺ. പക്ഷേ തെറ്റിപ്പോയി. ലയൺ അല്ല ഉത്തരം. ലയൺ അല്ല. മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ലയൺ ആയിരിക്കുമെന്നാണ്. പക്ഷെ ലയൺ അല്ല. ലയൺ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ. അതുമല്ല. അതുമല്ലേ? അതുമല്ല. ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന. ചെറിയ ക്ലൂ ആണെങ്കിലും എനിക്കറിയാം, സംഭവം കിട്ടി. ഏറ്റവും വലിയ ഭരണഘടനയാണ് അല്ലേ? അപ്പം നീലത്തിമിംഗലം ഏറ്റവും വലിയ മൃഗം, ഏറ്റവും വലിയ നീലത്തിമിംഗലം അല്ലേ? ആന. അത് അടുത്ത ഞാൻ പറയാൻ വന്ന അതായിരുന്നു. ആന എനിക്കറിയായിരുന്നു. ഈ ആന ചൂസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ബുദ്ധിയുള്ള ജീവിയാണ് ആന. വളരെ വലിയ ജീവിയാണ്, ശക്തിയുള്ള ജീവിയാണ്. കൂടെ അക്കാലത്ത് ഭയങ്കര രാശിയുള്ള ഒരു ജീവിയാണ് ആന എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ആനയെ സെലക്ട് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അശോക സ്തംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ സിംഹമുദ്ര, സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ സിംഹമുദ്ര വന്നപ്പം ഈ എലിഫന്റ് ഒക്കെ ആ റൂട്ടായി കാണും അല്ലേ? അപ്പൊ എലിഫന്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ലോഗോ.